അപ്പൊ ശരീരത്തിന്റെ ക്യാൻസറിനേക്കാൾ ഏറ്റവും അപകടകാരി റൂഹിന്റെ ക്യാൻസറാണ്. ആഖിർ സമാനായാൽ ഈ ആത്മാവിലേക്ക് ക്യാൻസർ പരത്തുന്ന വൈറസുകൾ അധികരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതിൽപ്പെട്ട ചില വൈറസുകൾ എനിക്കും റഹ്മത്തുള്ള കാസ്മിക്കും നൗഷാദ് ബാക്കർക്കെതിരെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടി മാത്രം ഞാൻ പറയാം. സത്യത്തിൽ മുസ്ലിമീങ്ങൾ എങ്ങനെ ഇത് പറയാം? എന്നെ കുറിച്ച് വ്യക്തിപരമായിട്ട് ഞാൻ കള്ളുടിയനെന്ന് പറഞ്ഞാൽ ഞാൻ അതിന് മറുപടി പറയില്ല. ഞാൻ പറയില്ല. എന്തുകൊണ്ട്? എന്നെ കുറിച്ച് നീ മോശപ്പെട്ട ആളാന്ന് പറഞ്ഞാൽ അല്ലല്ല, ഞാൻ നല്ല ആളാന്ന് പറയാൻ മാത്രം എനിക്ക് മോശമില്ല. ഞാൻ മോശപ്പെട്ട ആൾ തന്നെയാണ്. ആന ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു തആല അൻഹു ഒരിക്കലിങ്ങനെ ഒരു കുളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവാ. അപ്പൊ ഒരു യഹൂദി ഉണ്ട്, നായയേറ്റ് അങ്ങനെ ഇങ്ങോട്ട് വരുന്നു. ഒരു നായയേറ്റ് യഹൂദി നായയെ കുളിപ്പിക്കാൻ കൊണ്ടുപോവാൻ. ഇബ്രാഹിം അദ്ദേഹം കുളിക്കാൻ വേണ്ടി പോവാൻ. ഇബ്രാഹിം അദ്ദേഹം ആരാ? വലിയ മഹാനാണ്. അപ്പൊ ഈ ഇങ്ങനെ അസഭ്യം പറയലും ആക്ഷേപിക്കലും ഒക്കെ നേരത്തെ ഉണ്ട്. അതൊക്കെ കേട്ട് പഠിച്ച് ഞങ്ങൾക്ക് ഇതൊന്നും വിഷയമല്ല. ഈ പറഞ്ഞോ വ്യക്തിപരമായിട്ടുള്ളതിന് മറുപടി അറിയില്ല. പക്ഷേ ആശയത്തിനെ പറഞ്ഞാൽ കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടി ഞങ്ങൾ പറയാതാണ്. അപ്പൊ ഇബ്രാഹിം അദ്ദേഹത്തിനോട് ഈ ജൂതൻ പറഞ്ഞു, ഇബ്രാഹിം അദ്ദേഹത്തിന്റെ താടി നോക്കിയിട്ട് പറഞ്ഞു, ഈ നായകന്റെ വാല് നിന്റെ താടിനേക്കാൾ എത്ര നന്നടാന്ന് വെച്ചു. ഇബ്രാഹിം അദ്ദേഹത്തിനോട് ഇതൊക്കെ പഠിച്ച് ഞങ്ങൾക്ക് നിങ്ങളീ പറഞ്ഞൊക്കെ പുത്തിരിയാ. ഒരാള് ഫേസ്ബുക്കിൽ കയറിയിട്ട് എന്നെ കുറിച്ച് പറഞ്ഞു കർഗത്തിരിച്ചിലെ ക്യാൻസർ ആണെന്ന്. അല്ലാഹു തആല അദ്ദേഹത്തിന് ക്യാൻസർ ഇല്ലാതിരിക്കട്ടെ. ഒന്ന് ആമീൻ പറയും. അതിന്റെ വകുപ്പിൽ ക്യാൻസർ വരണ്ട, അതുകൊണ്ടാ. മേലാൽ ക്യാൻസർ വരുന്നത് തൊട്ട് അല്ലാഹു തആല അദ്ദേഹത്തെ കാത്തിരക്ഷിക്കട്ടെ. എന്നെ കുറിച്ച് പറഞ്ഞു ഞാൻ കർഗത്തിരിച്ചിലെ ക്യാൻസർ ആണെന്ന്. പറഞ്ഞത് തറാവി 8 നിസ്കരിക്കുന്ന ആളാ, അതുകൊണ്ട് സങ്കടമില്ല. പക്ഷെ ഇത് നോക്കൂ, നിങ്ങൾ ക്യാൻസർ ആണെന്നല്ലോ. ഇബ്രാഹിം അദ്ദേഹത്തിനെ കുറിച്ച് ഒരു യഹൂദി വന്നിട്ട് പറയാൻ, നിന്റെ ഈ താടിക്ക് നിന്റെ ഈ താടിയേക്കാൾ എന്റെ നായന്റെ വാല എത്ര നന്നു എന്ന് വെച്ചു ഇബ്രാഹിം അദ്ദേഹത്തിനോട്. അതിനേക്കാളും വലുതപ്പോ ഞാൻ കേട്ടത് കുറെ ചെറുപ്പക്കാർ ഗൾഫിൽ നിന്ന് കരഞ്ഞു വിളിക്കുക, ഞങ്ങൾ എന്താ ചെയ്യേണ്ടി ഉസ്താദ്? ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യണ്ട, നിങ്ങൾ 5 വക്ത് നിസ്കരിക്കുക, അയാളെ ഹിദായത്തിന് വേണ്ടി ദ്വാരക്കുക, വേറെ ഒന്നും വേണ്ട. എന്താ ചെയ്യാ? ഒന്നും വേണ്ട. ഇതൊന്നും 1-2 എണ്ണം ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ദഅവത്ത് നടത്തുകയാണ്. ദഅവത്തല്ലേ, ദീനി ദഅവത്തല്ലേ. ഇബ്രാഹിം അദ്ദേഹത്തിനോടാണ് ഈ പറഞ്ഞത്, നിങ്ങളെ താടിയേക്കാൾ മെച്ചം എന്റെ നായന്റെ വാലിനാണെന്ന്. ഇബ്രാഹിം നബി അല്ലട്ടോ, ഇബ്രാഹിം അദ്ദേഹമാണ്. അപ്പൊ ഇബ്രാഹിം അദ്ദേഹം അങ്ങോട്ട് പൊട്ടിക്കരഞ്ഞു, മറുപടി പറഞ്ഞില്ല. നമ്മളെന്താ പറയാ? നായന്റെ വാലിനേക്കാൾ എന്റെ താടി മോശാണെന്നാ. എന്താ പറഞ്ഞേ? ഞാൻ എന്റെ കുട്ടികളെപ്പോ വിളിക്കും അല്ലേ നമ്മൾ പറയാ. ഇബ്രാഹിം അതും പൊട്ടിയാണ് കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ആവാം, നിഷേധിക്കാനായിട്ടില്ല, വിശ്വസിക്കാനുമായിട്ടില്ല. അത് രണ്ടാലൊരു തീരുമാനം എടുക്കൽ ആഖിറത്തിലെത്തിയതാണ് എന്ന് പറഞ്ഞു. കാരണം നിന്റെ നായക്ക് വാലുണ്ട്, എനിക്ക് വാലില്ല, എനിക്ക് താടിയുണ്ട്. ഈ താടിയും ഈ നിസ്കാരം നോമ്പൊക്കെ ആയിട്ട് നടന്നിട്ട് നാളെ മഹ്ശറിൽ ഹിസാബില് ഞാനങ്ങോട്ട് പൊട്ടിപ്പോയാൽ എന്നെ അല്ലാഹു തആല നരകത്തിലിടും. നിന്റെ നായ നരകത്തിൽ ഉണ്ടാവൂല, കൂനി തുറാബ എന്ന് പറഞ്ഞാൽ മണ്ണായി പോകും. അപ്പൊ എന്റെ ഈ താടിനേക്കാൾ നല്ലത് നിന്റെ നായന്റെ വാലിന് തന്നെയാണ് എന്ന് പറഞ്ഞു. എന്നാൽ എന്റെ അമലുകളൊക്കെ തൂക്കിയിട്ട് അള്ളാഹു അവന്റെ ഔദാര്യം കൊണ്ട് എന്നെ സ്വർഗത്തിലെത്തിച്ചാൽ നിന്റെ നായന്റെ വാലിനേക്കാൾ നല്ലത് എന്റെ ദാടിക്ക് തന്നെയാണ്. കാരണം നിന്റെ നായ സ്വർഗത്തിലില്ല. പക്ഷെ അത് തീരുമാനാക്കാനായിട്ടില്ല, അത് മഹ്ശറിന് തീരുമാനാവുള്ളൂ എന്ന് പറഞ്ഞു. യഹൂദിയുൻ, അപ്പോൾ ആ യഹൂദി മുസ്ലിമായി. അതാണ് നിന്നോട് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത്. എന്നെ ക്യാൻസർ എന്ന് വിളിച്ചോ, എന്നെ അറ്റാക്ക് എന്ന് വിളിച്ചോ, എന്നെ പന്നിപ്പനി എന്ന് വിളിച്ചോ, പക്ഷിപ്പനി എന്ന് വിളിച്ചോ, അപ്പോഴും ഞാൻ ദ്വാരക്കണ്. അതൊന്നും അള്ളാഹു എനിക്ക് എന്നെ വിളിച്ചു എന്ന കാരണത്താൽ തരാതിരിക്കട്ടെ. അള്ളാഹു നിന്നെയും എന്നെയൊക്കെ ഹിദായത്തിലാക്കട്ടെ. പക്ഷേ നീ നടത്തിയിട്ടുള്ളൊരു മുതലെടുപ്പുണ്ട്, അതിനെ ഞാൻ മറുപടി അറിയാം. എന്താ അറിയോ? ഇതെല്ലാരും ഒന്ന് കേൾക്കണം. ഇപ്പൊ കൊളത്തൂർ ഒരു സംഭവം നടന്നു. എന്താ സംഭവം എന്നറിയില്ലേ? കൊളത്തൂര് സംഭവം നടന്നു അറിയില്ലേ? പഠിച്ചവനെ ഇതൊന്നും അറിയില്ലേ? അതുണ്ടാക്കി പറയണ ഞാൻ. കൊളത്തൂർ പഠിത്ത് നടന്നൊരു സംഭവല്ലേ? 2.5 മാസം ഒരു മയ്യത്തിനെ എടുത്തു വെച്ച് മറയ്യാതെ. എന്തേ? ഭാര്യ പറഞ്ഞു ഇപ്പൊ വരും, ആളിപ്പോ ജീവിക്കും, ഇപ്പം കണ്ട് വരും, ഇപ്പൊ വരും, റൂഹേറ്റപ്പം കണ്ട് വരും, മരിച്ചാലും കണ്ട് വരും എന്ന് പറഞ്ഞിട്ട് മറയ്യാതെ ഒരു ഭാര്യ 2.5 മാസം ഒരു ഭർത്താവിന്റെ മയ്യത്തെടുത്ത് വെച്ചു. ഇതെടുത്തിട്ട് മുമ്പ് ഞാൻ നിങ്ങൾ ഭാര്യയെ ജീവിപ്പിച്ച ഒരു കറാമത്തിന്റെ കഥ പറഞ്ഞിരുന്നു. ഇത് രണ്ടും കൂടിയാണ് ബന്ധപ്പെടുത്തി. എന്നിട്ട് ഒരൊറ്റ വെടിയാ. എങ്ങനെ 2.5 മാസം മയ്യത്തിനെടുത്തേക്കാതിരിക്കുക?
ആയാതി വെടിയല്ലേ ജലീൽ റഹ്മാനെ പോലത്തെ ആൾക്കാർ പ്രസംഗത്ത് പറയണേന്ന്. അതിന്റെ ബാക്കിൽ കുറച്ച് സുന്നികൾ എന്ന് പറയുന്ന ആൾക്കാരും കൂടിക്കുന്നു. സുബ്ഹാന മഞ്ചല്ല. ദീന് തിരിഞ്ഞിട്ടില്ലെങ്കിൽ മിണ്ടാതിരിക്ക. നമ്മൾ ഏതെങ്കിലും മഹാന്മാരെ ഞാൻ മുമ്പ് അതിന് ചില ആളുകൾ ഫേസ്ബുക്കിൽ കയറിയിട്ട് അങ്ങനെ നടക്കൂല, അള്ളാഹ്ക്കേ കഴിയുള്ളൂ എന്ന് പറഞ്ഞതിന് ആയത്ത് ഹദീസ് സംഭവങ്ങൾ ഇട്ടിട്ട് വിശദമായിട്ട് മറുപടി പറഞ്ഞതാണ്. രണ്ട് വിഭാഗത്തിന് എനിക്കന്ന് മറുപടി പറയേണ്ടത്. ഒന്ന്, അത് അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് പറഞ്ഞു. ഏത് മക്കബറയ്ക്ക് പോകുന്നത് ശിർക്കാണ്, ഔലിയാക്കളെ വിളിക്കുന്നത് കാഫറാകുന്ന പരിപാടി എന്നൊക്കെ പറഞ്ഞ വിഭാഗം പറഞ്ഞു അത് അള്ളാഹ്ക്ക് മാത്രമേ കഴിയുന്ന പരിപാടിയാണ്. അതിന് ഞാൻ ആയത്തും ഹദീസ് ഇട്ടിട്ടാണ് മറുപടി പറഞ്ഞപ്പോ ഒക്കെ അങ്ങോട്ട് പോയി, പിന്നെ ഒന്നില്ല. പിന്നെ നമ്മളിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു ഔലിയാക്കൾക്ക് അതിന് കഴിയൊക്കെ ചെയ്യും, പക്ഷെ മമ്പറങ്ങളെ കുറിച്ച് ഭൂമിയിൽ അതിനൊരു രേഖ ഇല്ല, അത് മൂപ്പര് കിനാവ് കൊണ്ട് പറഞ്ഞാണെന്ന് പറഞ്ഞു. രേഖ അടിക്കടിയാണ് കൊടുത്തു. മലയാള പുസ്തകം ചരിത്ര കിതാബ് അറബിയിലുള്ളത് കൊടുത്തപ്പോ അവരും കൊണ്ടുപോയി. ഇപ്പൊ വന്നത് കൊളത്തൂർ ആ സംഭവത്ത് ബന്ധപ്പെട്ടിട്ടാണ്. ഇങ്ങനൊക്കെ എങ്ങനെ ഇല്ലാതിരിക്കുക? കാരണം മരിച്ചോരെ ഔലിയാക്കളെ വരെ ജീവിപ്പിക്കും എന്ന് പറയുന്ന പ്രഭാഷകന്മാരല്ലേ കേരളത്തിലുള്ളത്. അതിൽ എന്റെ ക്ലിപ്പ് ഇട്ടുകണ്, റഹ്മത്തുള്ളാഹി ഖാസിമിന്റെ ക്ലിപ്പ് ഇട്ടുകണ്. ഇന്ന് ആരോ പറഞ്ഞ് നൗഷാദ് വാക്കോന്റെ ഇട്ടുകണെന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല. എന്നാലേ ഇന്ന് എല്ലാരും ഓതിയ സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. അപ്പൊ അടുത്തൊരാൾ ഫ്ലൈറ്റിന്റെ വാതിലിങ്ങനെ നീക്കിയിട്ട് പൊളിക്കാൻ നോക്കിയില്ല. നിങ്ങൾ വായിച്ചോ? യാത്ര ചെയ്യുന്ന ഫ്ലൈറ്റ് നിങ്ങൾ വായിച്ചത് ഓർമ്മ ഉണ്ടോ? പഠിച്ചാൽ നിങ്ങൾ പേപ്പർ വായിക്കലുമില്ലേ? ഇല്ലേ? ആ ഓടുന്ന ഫ്ലൈറ്റിന്റെ വാതില് തുറന്നു, പകുതി തുറന്നു വെച്ചു. നമ്മള് കേസെടുത്തപ്പോ മൂപ്പര് പറയാനെന്ന് കൂട്ടാ. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. എങ്ങനെ ഞാൻ പൊളിക്കാതിരിക്കാം? മുസ്ലിമീങ്ങൾ ഞങ്ങൾ ഓടുന്ന സൂറത്തുൽ കഹ്ഫില് ഖിളർ നബി അലൈഹി ഇസ്ലാമും മൂസാ നബി അലൈഹി ഇസ്ലാമും ഫ്രീ ആയിട്ട് ടിക്കറ്റിന് പോലും പൈസ ഇല്ലാതെ പാവങ്ങൾ കപ്പൽ കയറ്റിയിട്ട് ആ കപ്പലിന്റെ പലക പൊളിച്ചില്ലേ എന്നങ്ങോട്ട് പറഞ്ഞാൽ ഖുർആൻ എന്താ ചെയ്യാ? ആ പൊളിച്ചിക്കണ് ശരിയാണ്. ഖിളർ നബി പൊളിച്ച ഖുർആനിലുണ്ട്, ഇന്നും ഓതിയ ഖുർആനിലുണ്ട്. ഞാൻ ഓടിത്തരാം. أما السفينة فكانت مساكين يعملون في البحر فأردت أن أعيبها وكان وراءهم ملك يأخذ كل سفينة غصبا. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിൽ പറയുകയാണ്, കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമും ഖിളർ നബി അലൈഹിസ്സലാമും കൂടി യാത്ര ചെയ്യുമ്പോ മഹാന്മാരായ ഖിളർ നബിക്കും മൂസാ നബിക്കുമായി കപ്പലിലുള്ള പാവങ്ങളായ ജോലിക്കാര് സ്ഥലം കൊടുക്കുകയാണ്. അവരെ പരിചയമുള്ളവരാണ്, സ്ഥലം കൊടുക്കുകയാണ്. ആ സമയത്ത് അവർ കാശ് പോലും വാങ്ങിയില്ല. ഓടിക്കൊണ്ടിരിക്കുന്ന കപ്പലിന്റെ പലക സയ്യിദുനാ ഖിളർ നബി അലൈഹിസ്സലാം പറിച്ചെടുക്കുകയാണ്. മൂസാ നബി അതിനെ ചോദ്യം ചെയ്യുകയാണ്. അത് ഖിളർ നബിന്റെ കറാമത്താണ്. ഖിളർ നബി പലക പൊളിച്ചെന്ന് വെച്ചിട്ട് കപ്പലിനൊരു അപകടം വരൂല, രക്ഷയാണ് ഉണ്ടാകുന്നത്. അതെന്താന്ന് സൂറത്തിൽ പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ ചരിത്രം വിശദീകരിക്കില്ല. അപ്പൊ ഇതെടുത്തിട്ട് ഒരാൾ പറയാണ്, ഇനി ഓടുന്ന KSRTC ബസിന്റെ എല്ലാം പൊളിക്കാം, അതിന്റെ ബോഡിയൊക്കെ തകർക്കാം, ടയറ് പഞ്ചറാക്കാം, ഫ്ലൈറ്റിന്റെ വാതിൽ തുറക്കാം, എന്നിട്ട് പറയാ ഖുർആനിലെ തെളിവുണ്ട്. ഇങ്ങനൊക്കെ വിളംബരം ചെയ്യുന്ന സംഭവങ്ങൾ ഉൾപ്പെടുത്തിയ ഖുർആൻ ഉണ്ടാകുമ്പോ എങ്ങനെ ഇത് ആവർത്തിക്കാതിരിക്കുക എന്ന് ചോദിച്ചാൽ എന്താ മൗലവിമാരെ മറുപടി പറയാ? നിങ്ങൾ ഖുർആൻ ക്ലാസ്സിലാക്കിയ പോരാ, ഖുർആൻ പഠിക്ക്. ഇത് ഖുർആനിലുണ്ടോ ഇല്ലേ? ഇങ്ങനെ ഒരാൾ വാദിച്ചാൽ ഈ കൊളത്തൂര് പാവപ്പെട്ട എന്റെ മേൽ കൊളത്തി വെക്കുന്ന നിങ്ങൾ എന്ത് മറുപടി പറയും? കൊളത്തൂർ അവിടെ കട്ടെ, ഇതിനെന്ത് മറുപടി അറിയും? ഇത് ഫ്ലൈറ്റിൽ സംഭവിച്ചതാണ്, 2 ആഴ്ച മുമ്പ് സംഭവിച്ചാൽ. എനിക്ക് പ്രസംഗിക്കാൻ വേണ്ടി അയാൾ വാതിൽ ഒളിച്ചതല്ല. അയാൾ വാതിൽ എന്നിട്ട് അയാൾ പറയാൻ ഖിളർ നബി പോന കപ്പന്റെ പലക പൊളിച്ചിട്ടില്ലേ, പിന്നെ എന്താ എനിക്ക് വാതിൽ പൊളിച്ചൂടെ? അതിന് നിങ്ങൾ ചൂട്ട് പിടിച്ചു കൊടുക്കാം. ഖുർആൻ എന്താ മാറ്റണമെന്നാ പറയുന്നത്? സൂറത്തുകൾ മാറ്റി വെക്കണമെന്നാ പറയുന്നത്? ഇങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നാ പറയുന്നത്. 1. 2, ഇന്ന് നമ്മൾ ഓതിയ ആയത്തൊക്കെ നിങ്ങളെ മറുപടിക്ക് മറുപടിയാ. 2 ഇതിനേക്കാളും ഗൗരവമാണ്. മഹാനായ സയ്യിദുനാ ഖിളർ നബി അലൈഹിസ്സലാം മൂസാ നബിയുമായി യാത്ര ചെയ്യുമ്പോ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്രായപൂർത്തിയുള്ള ശമോൻ എന്ന് പറയുന്ന പൊന്നുമോനെ അടുത്തേക്ക് വിളിക്കുകയാണ്, തല അങ്ങ് അറക്കുകയാണ്. ആഹാ, അതെ ഇങ്ങനെയുണ്ട്. ഖിളർ നബി മൂസാ നബിയും കൂടെ ഇങ്ങനെ പോവാണ്. അപ്പൊ കുറച്ച് കുട്ടികൾ കളിക്കുന്നുണ്ട്. അതിൽ നല്ല സുന്ദരനായ സുമുഖനായ ഒരഭിപ്രായത്തിൽ പ്രായപൂർത്തിയായ കുട്ടിയാണ് ശമൂൻ. ആ കുട്ടിയെ അങ്ങോട്ട് പിടിച്ചിട്ട് ഖിളർ നബി തല അങ്ങോട്ട് അറുത്തിട്ട് ഖുർആൻ ഖുർആൻ ഖുർആൻ. അപ്പൊ ഇനി വേറെ സംഭവം നടന്നു. കൊളത്തൂരല്ല, പെരിന്തൽമണ്ണ നൂറ്റാ. ഒരു വാപ്പ മോന്റെ തല അറുത്തു. അപ്പൊ നിങ്ങളെന്താ ഫേസ്ബുക്കിൽ കയറ്റുക? എങ്ങനെ തല അറക്കാതിരിക്കുക? വലിയ സംഭവമായിട്ട് നമ്മളൊക്കെ വെള്ളിയാഴ്ചയിൽ വാരാഘോഷ
പാരായണം നടത്തുന്ന ഖുർആനിലെ സൂറത്തുൽ കഹ്ഫില് ഖിദർ നബിയാകുന്ന മഹാൻ ഒരു കുട്ടിയെ പൈതലിനെ തലർത്ത് കൊടുന്ന സംഭവമല്ലേ? പിന്നെ എങ്ങനെ വാപ്പ മക്കളെ അറക്കാതിരിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ മറുപടി കൊടുക്കുക? എന്താ നിങ്ങൾ മറുപടി കൊടുക്കുക? മമ്പുറന്നങ്ങളും കൊളത്തൂരൊക്കെ അവിടെ നിൽക്കട്ടെ, ഇതിനൊക്കെ എന്താ മറുപടി കൊടുക്കുക? പിടിച്ചോളി. മൂന്ന് മഹാനായ സയ്യിദുനാ ഖിദർ നബി അലൈഹിസ്സലാം ഒരു സ്ഥലത്ത് പോയപ്പോൾ തങ്ങളെ പരിഗണിക്കാത്ത, സൽക്കരിക്കാത്ത, സ്വീകരിക്കാത്ത അക്രമ സ്വഭാവമുള്ള നാട്ടുകാരാണ്. പക്ഷെ അവിടെ ഒരു ചുമരിന്റെ അറ്റകുറ്റപ്പണി നടത്തുകയാണ്. അപ്പോ അതിന്റെ ഉള്ളിൽ ഒരു നിധി ഉണ്ട് എന്നാ പറയണത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? എല്ലാ സ്ഥലത്തും ചുമര് നമ്മൾ കല്ലിൽ ലോഡിറക്കിയിട്ട് ഇങ്ങനെ പടുക്കുക. പുരക്കാരെ ഒന്ന് ചോദിക്കും പറയാ ഇതിനുള്ളിൽ നിധി ഉണ്ട്, പഴയ കാലത്ത് വല്യപ്പ കുഴിച്ചിട്ടാണെന്ന് പറയാ. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ട് പിത്തന ഉണ്ടാക്കിയാൽ അതിന് ഈ സംഭവം തെളിവാണോ? ഇത് കാരണമാണോ? ആണോ? ഇനി ഞാൻ വേറൊന്നും കൂടെ പറയാം, ഒന്നും കൂടി തലേക്ക് കയറാൻ. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മയാകുന്ന മറിയം ബീവി റളിയല്ലാഹു തആല അൻഹാ ഈസാ നബിയെ ഗർഭം ചുമന്നത് ഒരു ഭർത്താവിന്റെ സഹായത്താലല്ല. അത് കാരണത്താൽ നാട്ടുകാരെ ആക്ഷേപിച്ചപ്പോൾ സയ്യിദുനാ ഈസാ അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട മാതാവ് പറഞ്ഞു, നിങ്ങൾ മകനോട് ചോദിച്ചു നോക്കൂ, എന്നോട് ചോദിക്കണ്ട. പ്രസവിക്കപ്പെട്ട ചെറിയ ചോര പൈതല് വലിയ ആളുകളെ പോലെ സംസാരിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ. അപ്പോ ഇന്ന് സ്കൂളിലും കോളേജിലൊക്കെ പോയിട്ട് കാമകേളികൾ കാണിക്കുന്ന കമിതാക്കളിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് ഏതോ ഒരു അല്ലെങ്കിൽ എവിടെങ്കിലും വേലിയാടിപ്പോയി ലോഡ്ജിൽ വെച്ചുകൊണ്ട് കാമുകനുമായിട്ടുള്ള ബന്ധത്തിൽ ഗർഭമുണ്ടായി. ലോഡ്ജിൽ നിന്ന് ഇങ്ങനെ ഗർഭം ചുമന്ന് വരികയാണ്. നാട്ടുകാരെ വെച്ച് എന്താ അത്? എന്നോട് ചോദിക്കണ്ട, ഖുർആൻ തപ്പിയാ മതി. ആ മറിയം ബീവിന്റെ സംഭവങ്ങൾ കേട്ടിട്ടില്ലേ? ഭർത്താവില്ലാതെ കുട്ടി ഉണ്ടായെന്ന്. എന്തുകൊണ്ട് എനിക്കുണ്ടായിക്കൂടാ? നിങ്ങൾ പറയോ? ഇതിനൊക്കെ മറുപടി പറയ്. വെറുതെ നാടിനെ പയപ്പിക്കല്ലേ. വിവരല്ലെങ്കിൽ മുണ്ടാതിരിക്കുക. കൊതുവിന്റെ കടിയടിച്ചിട്ട് ഗൾഫ് പോയിട്ട് പണിയെടുത്തിട്ട് ഭാര്യക്ക് 10 ഉറുപ്പ്യ അയച്ചു കൊടുക്കാൻ നോക്കും. ആവശ്യമില്ലാതെ വിത്തനും പ്രസാദം ഉണ്ടാക്കല്ലേ. മിണ്ടാതിരിക്കും. വിവരല്ലെങ്കിൽ വിവരമില്ല എന്നുള്ള വിവരം ഉണ്ടാവും. രണ്ടാമില്ലാതിരിക്കരുത്. ജഹല് മുറക്കമാവരുത്. വിവരമില്ലെങ്കിൽ വിവരമില്ല എന്നുള്ള വിവരം ഉണ്ടാവും. പിന്നെ എന്നെ കുറിച്ച് പറഞ്ഞ ക്യാൻസർ തുടരാൻ പറ്റൂലല്ലേ? ആരും തുടരാൻ പറ്റാത്തോണ്ടല്ലോ അവിടെ പള്ളി ഉണ്ടാക്കിയത്. നിങ്ങളെ മഹല്ലോ, നിങ്ങൾക്ക് ഏതാ മഹല്? ഈ സമൂഹത്തിന് മൊത്തം മുശിരിക്കും കാഫറുമാക്കി പ്രത്യേക പള്ളി ഉണ്ടാക്കി ഇവിടെ കേരളത്തിൽ നടന്ന സകല ഫസാദിനും കാരണം നിങ്ങളാണ്. ഞങ്ങളുടെ ഇടയിൽ, ആലിമിങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടായി. അതിനും കാരണം നിങ്ങളാണ്. നിങ്ങളോടുള്ള നിലപാട് എങ്ങനെ ആക്കണം എന്നുള്ളതിലാണ് ഞങ്ങളെ തർക്കം. അതിനും കാരണം നിങ്ങളാണ്. ഈ കേരളം മൊത്തം ഭിന്നിപ്പിനും കുട്ടിച്ചോറാക്കിയിട്ട് നിങ്ങളെ മഹല്ലോ ഏതാ? നിങ്ങളെ മഹല് ഇവിടെ വന്ന് നിസ്കരിച്ചാൽ പറ്റൂല. എന്നല്ലടോ ഇവിടെ വന്ന് ഒരൊറ്റ ആലിമിനും ഒരു മുത്താലിമിനും പിന്തുടരാൻ നിങ്ങൾക്ക് പറ്റൂല. കാരണം ഞങ്ങളൊക്കെ മമ്പുറത്ത് പോണവരാ, ഞങ്ങൾ പുത്തമ്പള്ളി പോണവരാ, ഞങ്ങൾ വെളിയങ്കോട് പോണവരാ, ഞങ്ങൾ മൗലിദ് ഓതുന്നവരാ, ഞങ്ങൾ ഖുത്ബയിൽ പങ്കെടുക്കുന്നവരാ, ഞങ്ങൾ മഹാന്മാരെ ആദരിക്കുന്നവരാ, ഞങ്ങൾ നബിദിനാഘോഷം കൊണ്ടാടുന്നവരാ. ഇതൊക്കെ കള്ളുകുടിയേക്കാൾ വ്യഭിചാരത്തേക്കാൾ കഠിനമായ ശിർക്കും കുഫറുമാണ് എന്ന് നാഴികക്ക് 40 വട്ടം മടിയില്ലാതെ ലജ്ജയില്ലാതെ മൈക്ക് കെട്ടി പ്രസംഗിച്ചിട്ട് നിന്റെ മഹല്ലോ, ഏതാ മഹല്? ഏതാ നിന്റെ മഹല്? ഈ സമൂഹത്തെ മുഴുവനും മുസ്ലിക്കും കാഫറാക്കിയിട്ടുണ്ട് മഹല്ലോ. ജീവൻ പോയാൽ കുറഞ്ഞ് കൊട്ടുന്നുണ്ട്. അത് നിവൃത്തിയില്ലാത്തോണ്ടാ. ഞാൻ നേരത്തെ പറയണ്ട, അവിടെ ഒരു മക്കബറ ഉണ്ടാക്കിക്കൊള്ളില്ല. ആവശ്യമില്ലാതെ എന്നെ കൊണ്ട് വാളെടുപ്പിക്കണ്ട. നിന്റെ മഹല്ലോ ഈ സമൂഹത്തിന് മൊത്തം ശിർക്കും കാഫറാക്കിയിട്ട് നിന്റെ മഹല്ലോ. ഇവിടെ ആരെ തുറന്ന് നിസ്കരിക്കാൻ എനിക്ക് പറ്റുക? നിന്റെ വാപ്പനെ പറ്റുമോ? കാരണം വാപ്പ മൗലിദ് ഓതിയ ആളാണ്. നിന്റെ ഉമ്മനെ പറ്റുമോ? കാരണം ഉമ്മ നാരിയ സ്വലാത്ത് ചൊല്ലിയ ആളാണ്. ആ ക്യാൻസർ ആദ്യം അവർക്കൊക്കെയാണ്, എനിക്കല്ല. അവർക്കൊക്കെയാണ് ക്യാൻസർ ആദ്യം. ഇതാണ് ക്യാൻസർ എങ്കിൽ ഈ ക്യാൻസറിലാണ് ജീവിച്ചു മരിക്കേണ്ടത്. അതുകൊണ്ട് ഇവിടെ ബീഫ് കഴിച്ചതിന്റെ പേരിൽ മനുഷ്യന്മാരെ തല്ലിക്കൊല്ലുമ്പോൾ ഈ സമൂഹത്തിനെതിരെ ഫാസിസ്റ്റ് നാസിസ്റ്റ് ദുർവിഭാഗം ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും തൊപ്പിധരിച്ചതിന്റെ പേരിൽ, താടി വെച്ചതിന്റെ പേരിൽ, പശുവിനെത്തുന്നതിന്റെ പേരിൽ, മാംസം സൂക്ഷിച്ചതിന്റെ പേരിൽ ഇന്നലെയും ഒരാളെ തല്ലിച്ചതച്ചുകൊണ്ടിരിക്കുമ്പോൾ പരസ്പരം ഈ സമൂഹത്തെ എവിടെയോ നടക്കുന്ന തമ്മാടിത്തരങ്ങൾ ഏതൊക്കെയോ പ്രഭാഷകന്മാരുടെ മഹാന്മാരുടെ കറാമത്ത് ധരിച്ച സംഭവമായി കണക്ട് ചെയ്തുകൊണ്ട് ദുർവ്യാഖ്യാനം നടത്തിയിട്ട് ഇനി ഇതുവരെ ഈ സമൂഹത്തിന് മുസ്ലിക്കും കാഫറുമാക്കി പൂതി തീരാത്തത് കൊണ്ട് ഇനിയും ഈ സമൂഹത്തിന് ഇഞ്ചിഞ്ചായി കഷ്ടമാക്കിയിട്ട് ഭിന്നിപ്പിക്കാനാണ് നിങ്ങൾ ഫേസ്ബുക്കിൽ കയറുന്നതെങ്കിൽ, നിങ്ങൾ വാട്സപ്പ് ഉപയോഗിക്കുന്നതെങ്കിൽ പടച്ചവൻ നിങ്ങൾക്ക് മാപ്പ് തരില്ല. മൗലവിമാരെ മാപ്പ് തരില്ല. ഞാനല്ല, അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് തരില്ല. ഒരു സംഭവത്തിനെ കുറിച്ച് കൃത്യമായി പഠിക്കാതെ
പുലമ്പാനുള്ളതാണോ നിന്റെ നാവ്? എങ്കിൽ നീ എന്നെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾക്ക് അള്ളാഹുവിന്റെ കോടതിയിൽ ഞാൻ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ കൈകാര്യം ചെയ്യുന്നില്ല ഇൻഷാ അല്ലാഹ്. വ്യക്തിപരമായി പറഞ്ഞ ഒന്നിന് ഞാൻ മറുപടി പറയുന്നില്ല. നിനക്ക് എന്നെ കുറിച്ച് പറയാനുള്ളത് ഞാൻ മോശപ്പെട്ട ആളാണെന്നാ, അതിന് എനിക്ക് മറുപടി എന്താ? ഞാൻ നല്ല ആളാണെന്നല്ലേ? അത് ഞാൻ പറയില്ല. എന്നെ കുറിച്ച് ഞാൻ തന്നെ എപ്പോഴും പറയാറുണ്ട് ഞാൻ മോശപ്പെട്ട ആളാണെന്ന്. നീ പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് നീയും പറഞ്ഞെന്ന് മാത്രം. പക്ഷേ അതൊക്കെ ഞാൻ അള്ളാഹിന്റെ മുമ്പിൽ രജിസ്റ്റർ ചെയ്ത കേസാണ്, ഇവിടെ ഞാൻ കൈകാര്യം ചെയ്യുന്നില്ല. അതിന് അതോടുകൂടി നീ ഉണ്ടാക്കി തീർത്തൊരു വസ്വാസുണ്ട്, അതാണ് ഞാൻ തീർത്തു തന്നത്. കാരണം ഏതെങ്കിലും ഒരു മഹാന്റെ കറാമത്ത് പറയുമ്പോഴേക്ക് പിന്നെ പേപ്പർ ഇങ്ങനെ നോക്കുക മൗലവിമാര്. നീ ഇതിനെ ഒപ്പിച്ചിട്ട് എന്തെങ്കിലും ദുർവ്യാഖ്യാനം ചെയ്യാൻ പറ്റുക? ഏതെങ്കിലും കൊളത്തൂര് വരുന്നുണ്ടോന്ന് വന്ന മമ്പർന്നങ്ങൾ ഇങ്ങോട്ട് എത്തി, എന്നിട്ട് കണക്ട് ചെയ്തിട്ട് എങ്ങനെയൊക്കെ ഇല്ലാതിരിക്കുക, അയാദ്യ പ്രസംഗല്ലേ നടത്തുന്നതെന്ന്. അതിനെ ഞാൻ 4-5 കാര്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട്. നീ ഞെഞ്ഞേം പറയല്ലേ, ഇതിന് വേണമെങ്കിൽ സ്വന്തം മറുപടി എന്നിച്ചോ. ഇതൊക്കെ ഖുർആനിലുള്ളതാണ്. കറാമത്തും മോചിതത്തൊന്നും വേറെ, നാട്ടിൽ നടക്കുന്ന ഏർപ്പത്തരങ്ങളൊന്നും വേറെ. ഇത് രണ്ടും കൂടി കണക്ട് ചെയ്തിട്ട് ഖുർആൻ അവഹേളിക്കാൻ ശ്രമിക്കല്ലേ, ആക്കബത്ത് ചീഞ്ഞു പോകും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇനി ചിലർക്ക് സംശയം മമ്പുറന്നങ്ങളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോന്നോ. ഇന്നിപ്പോ പൈസയ്ക്ക് ഞാൻ കാണിച്ചു കൊടുത്തു. മമ്പുറന്നങ്ങൾ മരിച്ച ഭാര്യയെ ജീവിപ്പിച്ചോ? ഇത് ഖുർആനിൽ ഉണ്ടാവില്ല, ഹദീസിൽ ഉണ്ടാവില്ല. കാരണം ഉണ്ടാവോ? മമ്പുറന്നങ്ങൾ മരിച്ച ഭാര്യയെ ജീവിപ്പിച്ച് ഖുർആനിൽ ഉണ്ടാവോ? ഹദീസിൽ ഉണ്ടാവോ? കാരണം ഞാൻ പോട്ടെ, മരിച്ച ഭാര്യ ജീവിപ്പിച്ച മമ്പുറന്നങ്ങൾ ഉണ്ട് എന്നുള്ളത് ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? അതുകൊണ്ടില്ല എന്ന് അറിയാം. അപ്പൊ ചിലരൊക്കെ ഖുർആനിലുണ്ടോ? അതിന് മമ്പുറന്നങ്ങൾ ഉണ്ടെന്ന് ഖുർആനിലില്ലല്ലോ, മമ്പുറന്നങ്ങൾ ഉണ്ടെന്ന് ഹദീസിലില്ലല്ലോ. അതുകൊണ്ട് മമ്പുറന്നങ്ങൾ ഇല്ല എന്ന് പറയാം. എന്തൊക്കെ പൊട്ടത്തരാണ് ചോദിക്കുന്ന കാര്യങ്ങൾ. മമ്പുറന്നങ്ങൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലേ? അത് മമ്പുറന്നങ്ങളെ കാലത്തോ പിന്നീടോ വന്ന നമുക്ക് വിശ്വസ്തരായ ആളുകൾ എഴുതി വെച്ച ചരിത്രത്തിലുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഉണ്ട്, സമസ്തയുടെ സ്ഥാപകനാണ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. അവര് മമ്പുറന്നങ്ങളെ കുറിച്ച് രചിച്ച പ്രൗഢഗംഭീരമായ അറബ് ഗ്രന്ഥമുണ്ട്. അതിൽ 27ാമത്തെ കറാമത്തായിട്ട് ഈ സംഭവം ഉണ്ട്. ഇല്ലെങ്കിൽ ഈ പള്ളിയിൽ നിന്ന് ഞാൻ നാളെ അങ്ങോട്ട് പോകും. ഉണ്ട്. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ചെറിയ ആളല്ല, വലിയ പണ്ഡിതൻ, ചരിത്ര പണ്ഡിതനാണ്, ഫഖീഹാണ്, ഒരു വലിയ മഹാനാണ്, സമസ്തയുടെ സ്ഥാപകനാണ്. ഒന്ന്, ദാറുൽ ഹുദയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള 700 ചില്ലാൻ പേജുള്ള പ്രൗഢഗംഭീരമായ ഡോക്ടർ ബഹാവുദ്ദീൻ നദീവ് ഉസ്താദ് വളരെ പ്രൗഢഗംഭീര അവതാരിക എഴുതിയ മമ്പുറന്നങ്ങളുടെ പേരക്കുട്ടി ആ അവതാരിക പരിഭാഷപ്പെടുത്തിയിട്ടുള്ള വളരെ ആധികാരികമായ 1400ഓളം ഹുദവികൾ അതിന്റെ പിന്നണിയിലായി പ്രവർത്തിച്ച മലയമ്മ എഴുതിയ വളരെ പ്രൗഢഗംഭീരമായ വസ്തുനിഷ്ഠമായ ചരിത്ര പുസ്തകത്തിലും ഈ സംഭവം കാണാം. വേറെ ഒരുപാട് ചരിത്ര പുസ്തകത്തിലുണ്ട് ഈ സംഭവം. അതാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ കിനാവ് കൊണ്ട് പറഞ്ഞതല്ല. എന്റെ റൂമിലുണ്ട്, വൈസിക്ക് ഇന്ന് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, മലയാളം ഈ മൊയ്തുട്ടേജുക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും കാണാം. അത് വായിച്ച് ഞാൻ പറഞ്ഞു, അത് ഖുർആനും ഹദീസിനും എതിരല്ല. എന്തുകൊണ്ട്? ഈസാ നബി മരിച്ചവരെ ജീവിപ്പിച്ചിട്ടുണ്ട്, അത് ജീവിപ്പിക്കാൻ കഴിയുന്ന പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം അറിഞ്ഞിങ്ങനെ ജീവിപ്പിക്കല്ല. ഒരു ഭർത്താവ് മരിച്ചാൽ ജീവിക്കുന്നു വെച്ചിട്ട് 3 മാസം മറയാതെ ലോക ചരിത്രത്തിൽ ആരും എടുത്തിട്ട് ചീഞ്ഞു നാറിയിട്ടില്ല. അങ്ങനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അമൃതങ്ങള് മരിച്ച ഭാര്യനെ മറയാൻ കൊടുക്കാതെ ഇങ്ങനെ നിർത്തുക, എന്നിട്ട് 2.5 മാസം വരെ അങ്ങനെ അழிഞ്ഞു പോകുമ്പോ തങ്ങള് അടങ്ങിക്ക് ഇപ്പൊ വരും. അങ്ങനെ ഞാൻ പറഞ്ഞ ഞങ്ങൾക്ക് തീർത്തു ഉദ്ധരിക്കാം. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല. മരിച്ചെടുക്കുന്ന ഭാര്യന്റെ അടുത്ത് കാണു പോയി, നീക്ക് ഭൂമി ഇതിനില്ല, ഭൂമി ഇതിനില്ല, ഇതിനെ പറയിപ്പിക്കല്ലേ. ആൾക്കാരൊക്കെ ഞാൻ എന്നെ രോഗിണിയായി സന്ദർശിക്കാൻ വരാത്തോണ്ട് പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇപ്പൊ പോയാ കുറച്ച് ഗൗരവാ എന്ന് പറഞ്ഞപ്പോ മരിച്ച ഭാര്യ എണീറ്റെന്നുള്ള വസ്തുനിഷ്ഠമായ ചരിത്രാണ്. അതല്ലേ ഞാൻ പറഞ്ഞത്. അതും കൊളത്തൂര് തമ്മിൽ എന്ത് ബന്ധമുള്ളത്? അതുകൊണ്ട് ഈ നിലയിൽ വസ്വാസ് ഉണ്ടാക്കുന്ന ഫേസ്ബുക്കോ വാട്സപ്പോ ക്ലിപ്പിങ്ങോ അല്ലെങ്കിൽ പ്രസംഗോ അല്ലെങ്കിൽ എഴുത്തൊക്കെ കണ്ടിട്ട് നമ്മുടെ ഈമാൻ നമ്മൾ കളയണ്ട. ഇവരാരെങ്കിലും കൊഞ്ഞനം കാണിക്കുന്നതിന്റെ പേരിൽ ഇനി ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും പറയാൻ പറ്റൂലെങ്കിൽ ഇത് എണ്ണി പറഞ്ഞതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ്. പക്ഷെ നിഷ്പക്ഷമായിട്ട് വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ പഠിക്കണം. ഇന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോറ് വിളിക്കേണ്ട സമയമല്ല. എല്ലാവരും ഒന്ന് ഒരുമിച്ച് നിന്നിട്ട് ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അതിന് പലപ്പോഴും നിങ്ങൾക്ക് കഴിയൂല. കാരണം എന്തുകൊണ്ട്? ഞങ്ങളൊന്നും മുസ്ലിമീങ്ങളായിട്ട് അംഗീകരിക്കുന്നില്ല. ഇവിടെ മുസ്ലിമീങ്ങൾ ഉണ്ട് എന്ന വിശ്വാസങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ പള്ളി കെട്ടിയത്, അല്ല അവിടെ സ്ഥലം പോരാത്തോണ്ടല്ല. ഇവിടെ സ്ഥലം പോരാത്തണ്ടല്ല റോഡ് സൈഡിൽ കെട്ടിയത്. ഇവിടെ ഉള്ളത് മുസ്ലിമീങ്ങളല്ല. കാരണം അവര് ഖുത്ബിയത്തിൽ പങ്കെടുക്കുന്നവരാ, അവര് മൗലിദ് ഓതുന്നവരാണ്, അവര് മക്ബറ സിയാറത്ത് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് അവർ മുസ്ലിമീങ്ങളല്ല, ഞങ്ങളെ കാഫര്യങ്ങളാണ് എന്ന് മുദ്ര കുത്തിയിട്ടാണ് റോഡ് സൈഡിൽ നിങ്ങൾ ബിൽഡിംഗ് ഉണ്ടാക്കിയത്. അത് നിങ്ങൾ പള്ളിന്ന് പേരിട്ടോളൂ.
എന്നാൽ ഞങ്ങൾക്ക് വിശാല മനസ്കതയാണ്. നിങ്ങൾ 1000 വട്ടം ഞങ്ങൾ മുശ്രിക്ക് എന്ന് പറയുമ്പോൾ, 10,000 വട്ടം കാഫിർ എന്ന് പറയുമ്പോൾ, തിരിച്ച് ഒരു വട്ടം പോലും നീ മുശ്രിക്കാണെന്ന് ഇന്ന് വരെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അതിന് ഞങ്ങളെ നാവിന് ഓക്കില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞോളൂ. എന്നാലും മൗലവിമാരെ, ഇനിയും ഈ സമൂഹത്തെ ആവശ്യമില്ലാതെ വിശുദ്ധമായിട്ടുള്ള ഖുർആനിന്റെ പേരിൽ ഖുർആനിന്റെ സാരാംശങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ട സംഭവങ്ങളെ പോലും അവമതിക്കുമാറ്, പരിഹസിക്കുമാറ്, വ്യഭിചരിക്കുമാറ്, പിച്ചിച്ചീന്തുമാറ്, സത്യത്തെയും അസത്യത്തെയും കൂട്ടിക്കലർത്തിയിട്ട് പാവപ്പെട്ട യുവാക്കളുടെ മനസ്സാന്തരങ്ങളിൽ വസ്വാസുണ്ടാക്കുന്ന മനുഷ്യവിഭാഗത്തിലെ പിശാചുകളായി സ്വയം മാറുന്നതിന് തൊട്ട്, അതിനുവേണ്ടി ഫേസ്ബുക്കും വാട്സപ്പും ഉപയോഗിക്കുന്നതിന് തൊട്ട് എല്ലാ സഹോദരന്മാരും ജാഗ്രത പാലിക്കണം, സൂക്ഷിക്കണം. ജീവിതം ഇന്നല്ല, ഇന്ന് കത്തിത്തീർന്നാൽ നാളെ വരുന്ന കബറാകുന്ന ഇരുട്ടുകൊണ്ട് പെയ്തിട്ട 6 അടിയുടെ ആഴിയിലേക്ക് ആരാരുമില്ലാത്ത അവസ്ഥയിൽ നിന്നെ താഴ്ത്തപ്പെടുമ്പോൾ അവിടെ മുതൽ തുടങ്ങുന്ന അനശ്വരമായ യഥാർത്ഥ ജീവിതമുണ്ട്. പ്രിയപ്പെട്ട സഹോദര, ആ ജീവിതത്തെ പേടിച്ചുകൊണ്ട് വേണം ഒരു കാര്യം പറയാൻ, ഒരു കാര്യം എഴുതാൻ, ഒരു കാര്യം കയറാൻ, ഒരു കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ. നീ നിന്റെ കാര്യം നോക്കണം, ഞാൻ എന്റെ കാര്യം നോക്കണം. പരസ്പരം ഐബുകൾ പറഞ്ഞുകൊണ്ട്, പരസ്പരം വ്യക്തിപരമായിട്ട് വിമർശിച്ചുകൊണ്ട് നമ്മൾ ഇനിയും അകന്ന് പോകേണ്ടവരില്ല. പരസ്പരം നമ്മുടെ ഭാഗത്ത് സംഭവിച്ചിട്ടുള്ള തെറ്റുകളും വിശ്വാസത്തിലെ വൈകല്യങ്ങളും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് പരമാവധി ഒരുമിച്ചിരിക്കാൻ വേണ്ടി പരിശ്രമിക്കണമെന്ന് നിങ്ങളോടും എന്നോടും എല്ലാവരോടും ഈ സമയത്ത് ഞാൻ ഉണർത്തുകയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു പറഞ്ഞു കേട്ടൊക്കെ കബൂലാക്കട്ടെ. പടച്ചവനെ, അള്ളാഹുവേ, ഞാൻ ഈ മലബാർ കണ്ട ഏറ്റവും വലിയ മഹാനായ മമ്പുറന്നങ്ങളെ കുറിച്ച് എന്റെ പ്രസംഗത്തിൽ ഒരു സംഭവം പറഞ്ഞത് എനിക്കറിയാം. ഞാനത് കൃത്യമായി യാത്ര ചെയ്ത് വായിച്ച് പഠിച്ച് ശേഖരിച്ചുകൊണ്ട് എനിക്ക് കൃത്യമായി ബോധ്യപ്പെട്ടത് പറഞ്ഞതാണ്. അത് ഖുർആനിനോ ഹദീസിനോ ഇമാമിങ്ങൾ പറഞ്ഞു വെച്ച നിയമങ്ങൾക്കോ എതിരല്ല. അത് ഞാൻ പറഞ്ഞതിന്റെ പേരിൽ ഇപ്പോഴും എന്തെങ്കിലും ഒന്ന് പത്രത്തിൽ വരുമ്പോഴേക്ക് അത് ഇതുമായി താരതമ്യം ചെയ്തുകൊണ്ട് സമൂഹത്തിൽ വിഷം കലർത്താനും യുവാക്കളുടെ മനസ്സിനെ വേദനിപ്പിക്കാനും ശ്രമിക്കുന്ന ഉൽപ്പതിഷ്ണുക്കളുണ്ട്, മർക്കട മുഷ്ടികളുണ്ട്. അല്ലാഹുവേ, അവരെ നീ നന്നാക്കണേ അല്ലാ, അവരെ നീ നന്നാക്കണേ അല്ലാ, അവരെ നീ നന്നാക്കണേ അല്ലാ. ഇല്ലെങ്കിൽ അവർ കുഴിച്ച കുഴിയിൽ അവരെ നീ വീഴ്ത്തണേ അല്ലാ. നിന്റെ മഹലായ ഫضل കൊണ്ട്, ഹബീബിന്റെ ബർക്കത്ത് കൊണ്ട്, മമ്പുറം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, ശംസുൽമയുടെ ബർക്കത്ത് കൊണ്ട്, ഈ പള്ളിയുടെ ചുറ്റുപാത്ത് കിടക്കുന്ന എന്റെ പ്രിയങ്കരനായ ബാവാജി അടക്കമുള്ള സ്വാലിഹീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അവർ കുഴിച്ച കുഴിയിൽ അവരെ നീ പെടുത്തണേ അല്ലാ. ക്യാൻസറിൽ നിന്നും അറ്റാക്കിൽ നിന്നും ഞങ്ങളൊക്കെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. അല്ലാഹു ഈ ദുആ നീ കബൂലാക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. ഇവിടുത്തെ സംഭാവനകൾ സ്വീകരിക്കണേ അല്ലാ, ഈ സദസ്സിനെ ഏറ്റെടുക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ. സലാമുൻ അലൽ മുർസലീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.